നമസ്കാരം. സ്ക്വയർ നട്ട് തയ്യാറാക്കി സ്ക്വയർ ബോൾട്ടുമായി മാച്ച് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഈ സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് സെഷൻ ആരംഭിക്കാം. നമുക്ക് ഈ സെഷൻ്റെ ലക്ഷ്യങ്ങൾ നോക്കാം. ഈ സെഷൻ്റെ അവസാനം നിങ്ങൾക്ക് ഇവ ചെയ്യാനാവും. ബാഹ്യ ത്രെഡുകൾ കട്ട് ചെയ്യുന്നതിന് സ്ക്വയർ റോഡ് ബ്ലാങ്ക് സൈസിലേക്ക് കട്ട് ചെയ്ത് ഫയൽ ചെയ്യുക. ഡ്രോയിങ് അനുസരിച്ച് സൈസും ഷേപ്പും കൃത്യമാക്കുവാൻ സ്ക്വയർ ബോൾട്ടും നട്ടും ഫയൽ ചെയ്യുക. സ്ക്വയർ നട്ടിനുള്ള ടാപ്പ് ഡ്രിൽ വലുപ്പങ്ങൾ നിർണ്ണയിക്കുക. സ്ക്വയർ നട്ടിൽ ആന്തരിക ത്രെഡുകൾ കട്ട് ചെയ്യുന്നതിന് ടാപ്പിംഗ് ഹോളുകൾക്കുള്ള ഹോൾ ഡ്രിൽ ചെയ്യുക. ഡൈ ആൻഡ് ഡൈ സ്റ്റോക്ക് ഉപയോഗിച്ച് സ്ക്വയർ ഹെഡഡ് ബോൾട്ടിൽ ബാഹ്യ ത്രെഡുകൾ കട്ട് ചെയ്യുക. ടാപ്പ് ആൻഡ് ടാപ്പ് റേഞ്ച് ഉപയോഗിച്ച് സ്ക്വയർ നട്ടിൽ ആന്തരിക ത്രെഡുകൾ കട്ട് ചെയ്യുക. നെട്ടുകൾ ബോൾട്ടുകളുമായി മാച്ച് ചെയ്യുക. ഈ എക്സർസൈസിൽ ഇനി പറയുന്ന ഘട്ടങ്ങൾ ഉൾക്കൊള്ളുന്നു: സ്ക്വയർ ഹെഡഡ് ബോൾട്ട് തയ്യാറാക്കൽ, സ്ക്വയർ ഹെഡഡ് നട്ട് തയ്യാറാക്കൽ, നട്ടുകൾ ബോൾട്ടുകളുമായി മാച്ച് ചെയ്യൽ. സ്ക്വയർ നട്ട് തയ്യാറാക്കുന്നതിനെക്കുറിച്ച് നമുക്ക് ഇപ്പോൾ പഠിക്കാം. 35 mm വ്യാസമുള്ള ഒരു വർക്ക് പീസ് 40 mm നീളത്തിൽ മുറിക്കുക. വർക്ക് പീസ് 3 ജോ ചക്കിൽ ഹോൾഡ് ചെയ്ത് ഫേസിംഗ് ഓപ്പറേഷൻ നടത്തുക. വർക്ക് പീസ് 33.9 mm വ്യാസവും 12 mm നീളവുമുള്ള സൈസിലേക്ക് ടേൺ ചെയ്യുക. 33.9 mm വ്യാസമുള്ള ഫേസിൽ മാർക്കിംഗ് മീഡിയ അപ്ലൈ ചെയ്യുക. സർഫേസ് ടേബിൾ വൃത്തിയാക്കുക. മാഗ്നറ്റിക് വി ബ്ലോക്കും വെർനിയർ ഹൈറ്റ് ഗേജും വൃത്തിയാക്കുക. പ്രീ മെഷീൻ ചെയ്ത സിലിണ്ടറിക്കൽ ജോബ് മാഗ്നറ്റിക് വി ബ്ലോക്കിൽ സൂക്ഷിക്കുക. വെർനിയർ ഹൈറ്റ് ഗേജിൽ പ്രാരംഭ റീഡിങ്ങിനേക്കാൾ 4.94 mm കുറവ് അളവ് സെറ്റ് ചെയ്യുക. ഡ്രോയിങ് അനുസരിച്ച് വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് വൃത്താകൃതിയുള്ള ബാറിൻ്റെ മുഖത്ത് AB എന്ന ലൈൻ വരയ്ക്കുക. നടപടിക്രമമനുസരിച്ച് ട്രൈസ്ക്വയർ ഉപയോഗിച്ച് വർക്ക് 90 ഡിഗ്രിയിലേക്ക് സെറ്റ് ചെയ്ത് ലൈൻ BC സ്ക്രൈബ് ചെയ്യുക. മുമ്പത്തെ നടപടിക്രമം അനുസരിച്ച് ട്രൈസ്ക്വയർ ഉപയോഗിച്ച് വർക്ക് 90 ഡിഗ്രിയിലേക്ക് സെറ്റ് ചെയ്ത് ലൈൻ CD സ്ക്രൈബ് ചെയ്യുക. മുമ്പത്തെ നടപടിക്രമം അനുസരിച്ച് ട്രൈസ്ക്വയർ ഉപയോഗിച്ച് ജോബ് 90 ഡിഗ്രിയിലേക്ക് സെറ്റ് ചെയ്ത് 24 mm ചതുരം ലഭിക്കുന്ന തരത്തിൽ ലൈൻ AD സ്ക്രൈബ് ചെയ്യുക. ഡ്രോയിങ് അനുസരിച്ച് സ്റ്റീൽ റൂളും സ്ക്രൈബറും ഉപയോഗിച്ച് ACBD എന്നീ കോർഡിനേറ്റ് പോയിന്റുകൾ ജോയിൻ ചെയ്യുക. സെൻറ്റർ പഞ്ചും ബോൾപീൻ ഹാമറും ഉപയോഗിച്ച് ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് Oയിൽ വിറ്റ്നസ് മാർക്ക് പഞ്ച് ചെയ്യുക. ഇതാണ് സർക്കിളിൻ്റെയും ചതുരത്തിൻ്റെയും കേന്ദ്രം. ഡ്രോയിങ് അനുസരിച്ച് ഡോട്ട് പഞ്ച്, ബോൾപീൻ ഹാമർ എന്നിവ ഉപയോഗിച്ച് സ്ക്വയർ ഫേസിൽ വിറ്റ്നസ് മാർക്ക് ചെയ്യുക. ഹാക്സോവിങ്ങിലൂടെ അധിക മെറ്റീരിയൽ മുറിക്കുക. പ്രൊഫൈൽ ലഭിക്കുന്നതിന് ഒരു ബെഞ്ച് വൈസിൽ ബസ്റ്റാർഡ് ഫയൽ ഉപയോഗിച്ച് റഫ് ഫയൽ ചെയ്യുക. സ്മൂത്ത് ഫയൽ ഉപയോഗിച്ച് ചതുരത്തിൻ്റെ വശങ്ങൾ ഫയൽ ചെയ്ത് ഫിനിഷ് ചെയ്യുക. 4 ജോ ചക്ക് ഉപയോഗിച്ച് ചതുരാകൃതിയിലുള്ള നട്ടിൻ്റെ ഒരറ്റം ഒരു ലേത്തിൽ ചാംഫർ ചെയ്യുക. M12 × 1.75 mm ടാപ്പിന് ടാപ്പ് ഡ്രില്ലിൻ്റെ വലിപ്പം 10.25 mm ആയിരിക്കും. നട്ടിൻ്റെ സെൻറ്റർ പഞ്ച് മാർക്കിൽ 3 mm വ്യാസമുള്ള പൈലറ്റ് ഹോൾ ഡ്രിൽ ചെയ്യുക. സ്ക്വയർ നട്ടിൽ 6 mm വ്യാസമുള്ള പൈലറ്റ് ഹോൾ ഡ്രിൽ ചെയ്യുക. ടാപ്പിങ്ങിനായി 10 mm വ്യാസത്തിൽ ഡ്രിൽ ചെയ്യുക.
ഡ്രിൽ ചെയ്ത ദ്വാരത്തിൻ്റെ രണ്ടറ്റവും ചേംഫർ ചെയ്യുക. വൈസ് ജോകൾക്ക് സമാന്തരമായി ക്ലാമ്പുകൾ ഉപയോഗിച്ച് ബെഞ്ച് വൈസിൽ നട്ട് ഹോൾഡ് ചെയ്യുക. 10.2 mm റീമർ ഉപയോഗിച്ച് ഹോൾ റീം ചെയ്യുക. ടാപ്പ് റേഞ്ചിൽ M12 ഫസ്റ്റ് ടാപ്പ് ഘടിപ്പിച്ച് റീം ചെയ്ത ഹോളിൽ ആന്തരിക ത്രെഡ് കട്ട് ചെയ്യുക. അതുപോലെ M12 സെക്കൻഡ് തേർഡ് ടാപ്പുകൾ ഘടിപ്പിച്ച് ടാപ്പ് ചെയ്ത് കട്ട് ചെയ്ത പൂർണ്ണ ആന്തരിക ത്രെഡ് രൂപപ്പെടുത്തുക. സ്ക്രൂ പിച്ച് ഗേജ് ഉപയോഗിച്ച് ത്രെഡ് ചെയ്ത ദ്വാരം പരിശോധിക്കുക. സ്ക്വയർ ഹെഡഡ് ബോൾട്ട് തയ്യാറാക്കുന്നതിനുള്ള നടപടിക്രമത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം. 35 mm വ്യാസമുള്ള ഒരു റൗണ്ട് വർക്ക് പീസ് 65 mm നീളത്തിൽ മുറിക്കുക. വർക്ക് പീസ് 3 ജോ ചക്കിൽ ഹോൾഡ് ചെയ്ത് ആവശ്യമായ 65 mm നീളം നേടുന്നതിനായി രണ്ട് എൻഡിലും ഫേസിംഗ് ഓപ്പറേഷൻ നടത്തുക. 24 mm സ്ക്വയർ ഹെഡഡ് ബോൾട്ടിന് 33.9 mm വ്യാസം ലഭിക്കാൻ പ്ലെയിൻ ടേണിംഗ് നടത്തുക. ഡ്രോയിങ് അനുസരിച്ച് 40 mm നീളത്തിൽ വ്യാസം 12 mm ആയി കുറയ്ക്കാൻ സ്റ്റെപ്പ് ടേണിംഗ് ഓപ്പറേഷൻ നടത്തുക. ഡ്രോയിങ് അനുസരിച്ച് 30 mm നീളത്തിൽ M12 × 1.75 mm ത്രെഡ് കട്ട് ചെയ്യുന്നതിന് വ്യാസം 11.8 mm ആയി കുറയ്ക്കുക. 33.9 mm വ്യാസമുള്ള ഹെഡിൻ്റെ ഫേസിൽ മാർക്കിംഗ് മീഡിയ അപ്ലൈ ചെയ്യുക. റൗണ്ട് ബാറിന് മുകളിൽ വെർണിയർ ഹൈറ്റ് ഗേജിൻ്റെ സ്ക്രൈബർ പ്ലേസ് ചെയ്ത് പ്രാരംഭ അളവ് ശ്രദ്ധിക്കുക. വെർണിയർ ഹൈറ്റ് ഗേജിൽ പ്രാരംഭ റീഡിങ്ങിനേക്കാൾ 4.94 mm കുറവ് അളവ് സെറ്റ് ചെയ്യുക. റൗണ്ട് ബാറിൻ്റെ ഫേസിൽ മുമ്പത്തെ നടപടിക്രമം അനുസരിച്ച് 24 mm ചതുരം ലഭിക്കാൻ വെർണിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് AB, BC, CD, AD എന്നീ ലൈനുകൾ വരയ്ക്കുക. ഇൻ്റർസെക്ഷണൽ പോയിന്റ് O ലഭിക്കുന്നതിന് സ്റ്റീൽ റൂളും സ്ക്രൈബറും ഉപയോഗിച്ച് ACBD എന്നീ കോർഡിനേറ്റ് പോയിന്റുകൾ ജോയിൻറ്റ് ചെയ്യുക. സെൻറ്റർ പഞ്ചും ബോൾ പിൻ ഹാമറും ഉപയോഗിച്ച് ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് Oയിൽ വിറ്റ്നസ് മാർക്ക് പഞ്ച് ചെയ്യുക. ഇതാണ് സർക്കിളിൻ്റെയും ചതുരത്തിൻ്റെയും കേന്ദ്രം. ഡ്രോയിങ് അനുസരിച്ച് ഡോട്ട് പഞ്ച്, ബോൾ പിൻ ഹാമർ എന്നിവ ഉപയോഗിച്ച് സ്ക്വയർ ഫേസിൽ വിറ്റ്നസ് മാർക്ക് ചെയ്യുക. പ്രൊഫൈൽ ലഭിക്കാൻ അധിക മെറ്റീരിയൽ ഹാക്സോ ചെയ്യുക. പ്രൊഫൈൽ ലഭിക്കുന്നതിന് ഒരു ബെഞ്ച് വൈസിൽ ബസ്റ്റാർഡ് ഫയൽ ഉപയോഗിച്ച് റഫ് ഫയൽ ചെയ്യുക. ചതുരത്തിൻ്റെ പരന്ന വശങ്ങൾ നിർമ്മിക്കാൻ മിനുസമാർന്ന ഫയൽ ഉപയോഗിച്ച് ചതുരത്തിൻ്റെ വശങ്ങൾ ഫയൽ ചെയ്യുക. ഡ്രോയിങ് അനുസരിച്ച് സ്ക്വയറിൻ്റെ മുൻഭാഗവും ഷാഫ്റ്റിൻ്റെ അറ്റവും ചാംഫർ ചെയ്യുക. സ്ക്വയർ ഹെഡ് ബോൾട്ട് ബ്ലാങ്ക് 90 ഡിഗ്രിയായി ബെഞ്ച് വൈസിൽ പിടിക്കുക. ഡൈ സ്റ്റോക്കിൽ M12 × 1.75 mm ഡൈ ഘടിപ്പിക്കുക. സ്ക്വയർ ഹെഡ് ബോൾട്ട് ബ്ലാങ്ക് എൻഡിൽ M12 × 1.75 mm ഡൈ സെറ്റ് ചെയ്ത് ബാഹ്യ ത്രെഡ് കട്ട് ചെയ്യുക. എക്സ്റ്റേണൽ ത്രെഡ് കട്ട് ചെയ്യുന്നതിന് ക്ലോക്ക് വൈസ്, ആൻറ്റി ക്ലോക്ക് വൈസ് ദിശകളിൽ കറക്കുക. ബാഹ്യ ത്രെഡ് കട്ട് ചെയ്യുമ്പോൾ ഡൈയും സ്ക്വയർ ഹെഡ് ബോൾട്ടും പരസ്പരം ലംബമാണെന്ന് ഉറപ്പാക്കുക. ഡൈ സ്റ്റോക്കിൽ തുല്യമായി മർദ്ദം പ്രയോഗിച്ച് M12 ത്രെഡ് വലിപ്പം ലഭിക്കുന്നതിന് ഡ്രോയിങ്ങിൽ കാണിച്ചിരിക്കുന്നത് പോലെ ബാഹ്യ ത്രെഡ് കട്ട് ചെയ്യുക. സ്ക്രൂ പിച്ച് ഗേജ് ഉപയോഗിച്ച് ത്രെഡ് പരിശോധിക്കുക. സ്ക്വയർ ഹെഡ് ബോൾട്ടും നട്ടും മാച്ച് ചെയ്യുന്നതിനെക്കുറിച്ച് നമുക്ക് ഇപ്പോൾ പഠിക്കാം. സ്ക്വയർ ഹെഡ് ബോൾട്ടും നട്ടും ഒരു തുണി ഉപയോഗിച്ച് വൃത്തിയാക്കുക.
സ്ക്രൂ പിച്ച് ഗേജ് ഉപയോഗിച്ച് നട്ടിൻ്റെയും ബോൾട്ടിൻ്റെയും ഇൻറ്റേർണൽ ത്രെഡും എക്സ്റ്റേണൽ ത്രെഡും വീണ്ടും പരിശോധിക്കുക. നട്ട് ബോൾട്ടുമായി മാച്ച് ചെയ്യുക. അല്പം ഓയിൽ പുരട്ടി മൂല്യനിർണ്ണയത്തിനായി സൂക്ഷിക്കുക. ഒരിക്കൽ കൂടി നമ്മൾ പഠിച്ചത്: ബാഹ്യ ത്രെഡുകൾ കട്ട് ചെയ്യുന്നതിന് സ്ക്വയർ റോഡ് ബ്ലാങ്ക് സൈസിലേക്ക് കട്ട് ചെയ്ത് ഫയൽ ചെയ്യുക. ഡ്രോയിങ് അനുസരിച്ച് സൈസും ഷേപ്പും കൃത്യമാക്കുവാൻ സ്ക്വയർ ബോൾട്ടും നട്ടും ഫയൽ ചെയ്യുക. സ്ക്വയർ നട്ടിനുള്ള ടാപ്പ് ഡ്രിൽ വലിപ്പങ്ങൾ നിർണ്ണയിക്കുക. സ്ക്വയർ നട്ടിൽ ആന്തരിക ത്രെഡുകൾ കട്ട് ചെയ്യുന്നതിന് ടാപ്പിംഗ് ഹോളുകൾക്കുള്ള ഹോൾ ഡ്രിൽ ചെയ്യുക. ഡൈ ആൻഡ് ഡൈ സ്റ്റോക്ക് ഉപയോഗിച്ച് സ്ക്വയർ ഹെഡഡ് ബോൾട്ടിൽ ബാഹ്യ ത്രെഡുകൾ കട്ട് ചെയ്യുക. ടാപ്പ് ആൻഡ് ടാപ്പ് റേഞ്ച് ഉപയോഗിച്ച് സ്ക്വയർ നട്ടിൽ ആന്തരിക ത്രെഡുകൾ കട്ട് ചെയ്യുക. നട്ടുകൾ ബോൾട്ടുകളുമായി മാച്ച് ചെയ്യുക. ഇത്രയുമാണ് സ്ക്വയർ നട്ട് തയ്യാറാക്കി സ്ക്വയർ ബോൾട്ടുമായി മാച്ച് ചെയ്തതിനെ കുറിച്ചുള്ളത്. നിങ്ങൾക്ക് എല്ലാ ആശയങ്ങളും പരിശീലനങ്ങളും മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത സെഷനിൽ കാണാം.